നമസ്തേ. പ്രാചേതസ ദക്ഷൻ്റെ പുത്രന്മാരാണ് ഹര്യശ്വന്മാർ. പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം അവർ നാരായണ തീർത്ഥത്തിൽ തപസ്സിന് പോയി. അവിടെ അപ്പോൾ നാരദ മഹർഷി എത്തിച്ചേർന്നു. അദ്ദേഹം കുമാരന്മാരോട് 10 ചോദ്യങ്ങൾ ചോദിച്ചു. വളരെ ഗഹനമായിട്ടുള്ളതാണ്. അതിൽ ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും നമുക്ക് പരിശോധിക്കാം. മഹർഷിമാരെ ദേവന്മാരൊക്കെ അരുളി ചെയ്യുമ്പോൾ പ്രത്യക്ഷമായിട്ടല്ല അവർ പറയുക, നേരിട്ട് പറയില്ല. മഹർഷി അരുളി ചെയ്തു, അല്ലയോ കുമാരന്മാരെ, ഈ ഭൂമിയുടെ അന്തം ഏതാണെന്ന് അറിയാമോ? അതറിയാതെ പ്രജാസൃഷ്ടി ചെയ്യുന്നത് ശരിയാണോ? കഷ്ടമല്ലേ? ബുദ്ധിമാന്മാരായ കുമാരന്മാർ ആലോചിച്ച് അതിന് മറുപടി നൽകി. ഈ ഭൂമി എന്നാൽ ലിംഗശരീരമാണ്. ക്ഷേത്രം, ഉൽപ്പത്തി സ്ഥാനം, അത് അനാദിയാണ്. അതിന് ആത്മാവുമായിട്ട് ബന്ധമുണ്ട്. ആ ശരീരം കിട്ടാതെയാവുന്നത്, അതിന് അറ്റം വരുന്നത് എങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്താലാണോ അത്തരം കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്. അല്ലാത്ത കർമ്മങ്ങൾ കൊണ്ട് പ്രയോജനമില്ല. ഇതായിരുന്നു മറുപടി. ഗഹനമായ ആ ചോദ്യവും ഉത്തരവും നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഭൂമി എന്നാൽ ലിംഗശരീരമാണ് എന്ന് പറഞ്ഞു. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ ശരീരം, അത് ഉൽപ്പത്തി സ്ഥാനമാണ്. ഭൂമിയിൽ സസ്യങ്ങൾ വളർന്നു വരുമല്ലോ, അതുപോലെ നമ്മളുടെ ശരീരമാകുന്ന ഭൂമിയിൽ ഉണ്ടാവുന്ന സസ്യങ്ങളാണ് പുണ്യവും പാപവും. നല്ലത് ചെയ്താൽ പുണ്യം, ചീത്ത ചെയ്താൽ പാപം. ഈ ശരീരം അനാദിയാണെന്ന് പറഞ്ഞു. ഈ ശരീരം നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത് എപ്പോഴാണെന്ന് അറിയില്ല. ആ ശരീരത്തിനുള്ളിൽ ഈശ്വരാംശമായിട്ടുള്ള ആത്മാവ് ഉണ്ട്. അപ്പോൾ പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ശരീരം ഉപേക്ഷിക്കുമ്പോൾ, അതായത് മരിക്കുമ്പോൾ, പുണ്യം ചെയ്തു കഴിഞ്ഞാലും ഈ ശരീരം ഉപേക്ഷിക്കും, വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിക്കുന്ന പോലെ. അതിനുശേഷം പാപമാണെന്നുണ്ടെങ്കിൽ നരകത്തിൽ പോയി ശിക്ഷയൊക്കെ അനുഭവിക്കുക. ധാരാളം പുണ്യമുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോയി സുഖം അനുഭവിക്കുക. അത് കഴിഞ്ഞാൽ കർമ്മശിഷ്ടം അനുഭവിക്കാനായിട്ട് നമുക്ക് വീണ്ടും ജന്മം കിട്ടും. അതായത് വീണ്ടും ശരീരം കിട്ടും. അപ്പോൾ വീണ്ടും നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും ശരീരം ഉപേക്ഷിക്കുക, അതായത് മരിക്കുക. അത് കഴിഞ്ഞാൽ വീണ്ടും ജനിക്കുക. ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് പുണ്യപാവങ്ങൾ ഉള്ളിടത്തോളം കാലം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ശരീരം വീണ്ടും കിട്ടാതിരിക്കണമെങ്കിൽ എന്തു വേണം? പുണ്യപാവങ്ങളില്ലാതിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പുണ്യപാവങ്ങളില്ലാത്തതാവണം. കർമ്മശിഷ്ടം അനുഭവിക്കാനാണ് നമുക്ക് ഈ പ്രാരബ്ധ ശരീരം നൽകുന്നത്. അപ്പോൾ പുണ്യം ചെയ്താൽ അതിൻ്റെ ശിഷ്ടം അനുഭവിക്കണം, പാപം ചെയ്താൽ അതിൻ്റെയും അനുഭവിക്കണം. അപ്പോൾ ജനനവും മരണവും ഇല്ലാതെയാവണം. അപ്പോഴേ നമുക്ക് കർമ്മബന്ധമില്ലാതെയാവുള്ളൂ, ഈ ലോകത്തോട് ബന്ധമില്ലാതെയാവുള്ളൂ. അതെപ്പോഴാണ്?
പുണ്യവും പാപവുമില്ലാത്ത കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ. അങ്ങനെയുള്ള കർമ്മങ്ങളുണ്ടോ? നമ്മൾ സാധാരണയായിട്ട് ഭക്തിയുള്ളവരൊക്കെ തന്നെ ചെയ്യുന്ന കർമ്മങ്ങൾ പുണ്യമോ പാപമോ ഉള്ളതായിരിക്കും. എല്ലാ കർമ്മങ്ങളും അതെ. അതല്ലാത്ത കർമ്മങ്ങൾ എന്ന് പറയുന്നത് നിഷ്കാമ കർമ്മങ്ങളാണ്. സാധാരണ ചെയ്യുന്നതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നതായിരിക്കും, ഭക്തിയാണെങ്കിൽ തന്നെ. അങ്ങനെ ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾ, നിഷ്കാമ കർമ്മങ്ങൾ, അങ്ങനെയുള്ളതാണ് നിവൃത്തി മാർഗം. അതനുഷ്ഠിച്ചാൽ പുണ്യവും പാപവും ഉണ്ടാവില്ല. അപ്പോൾ പുണ്യവും പാപവും ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ശരീരം കിട്ടില്ല. അതാണ് ഭൂമിയുടെ അറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്. അല്ലാത്ത കർമ്മങ്ങൾ ചെയ്താൽ യാതൊരു ഫലവുമില്ല എന്നാണ് കുമാരന്മാർ പറഞ്ഞത്. അപ്പോൾ എന്താ ചുരുക്കത്തിൽ, ഭൂമി എന്നാൽ ഈ ശരീരമാണ്. ഈ ശരീരം ഇല്ലാതെ ആവണമെങ്കിൽ, ജനനവും മരണവും ഇല്ലാതെ ആവണമെങ്കിൽ നമുക്ക് പുണ്യവും പാപവും ഇല്ലാതെ ആവണം. ആ പുണ്യവും പാപവും ഇല്ലാതെ ആവണമെങ്കിൽ നമ്മൾ നിഷ്കാമ കർമ്മം അനുഷ്ഠിക്കണം. അത് അനുഷ്ഠിക്കാൻ ഈശ്വരൻ്റെ അനുഗ്രഹം തന്നെ വേണം. അതിന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.